രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ജെൻസിക്ക് സാധിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. വോട്ട് കൊള്ളയിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പുതിയ തലമുറയുടെ അഭിപ്രായം എന്തൊക്കെയാണ്? പുതിയ തലമുറ പ്രതികരിക്കുകയാണ്. ഇന്ത്യയിൽ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ബോംബും ഇന്നുച്ചയ്ക്ക് രാഹുൽ ഗാന്ധി പൊട്ടിച്ചു. എന്നാൽ അദ്ദേഹം ഇതിൽ വെക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ജെൻസി കിഡ്സിൽ. നമ്മുടെ ജെൻസി കിഡ്സിനും പുതുതലമുറയ്ക്കും ഈ വോട്ട് ചോരിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ SIRനെ കുറിച്ചും എന്താണ് പറയാനുള്ളതെന്ന് നോക്കിയാലോ. കേരളത്തിൽ നടപ്പാക്കുന്നത്, ഇതിപ്പോൾ നടപ്പാക്കിയത് ബീഹാറിലാണ്. നമ്മൾ കണ്ടു അവിടെ എന്താ നടന്നതെന്ന്. ഒരുപാട് പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി, കുറേ വ്യാജ വോട്ടുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഇതിൽ നമ്മൾ കണ്ടത് എത്രയോ 10-30 വോട്ടോളം ചെയ്ത ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും പൊട്ടത്തരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുതലമുറേൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പൊതുവെ പൊളിറ്റിക്സ് ഇല്ല, അല്ലെങ്കിൽ നിലപാടുകളില്ല എന്നുള്ള ഒരു ഉത്തരമാണ് പൊതുവിൽ വരുന്നത്. പക്ഷേ വേറൊരു വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്. അതായത് പഠിക്കാൻ താല്പര്യമുള്ള എന്താണ് നടക്കുന്നതെന്നുള്ള അതായത് യുവതലമുറ രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വളർന്നു തന്നെയാണ് എനിക്ക് പ്രതീക്ഷ. കാരണം ക്യാമ്പസിൽ പശ്ചാത്തലം, ഈ ക്യാമ്പസ് തന്നെ ഗുരുവായൂരപ്പൻ കോളേജിന് എടുത്ത് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയം ഏറെ പറയുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ ക്യാമ്പസിലുള്ളത്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം പറയാനും അതുപോലെ അത് അവർക്ക് സ്വയം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കാനും ഒക്കെ അവര് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് ഏറെ പ്രതീക്ഷ തന്നെയാണ്. എല്ലാവരും ഓരോ വോട്ട് ചെയ്യണം. നമ്മുടെ വോട്ട് നമ്മുടെ ഒരു അവകാശമാണല്ലോ, അതെല്ലാവരും ചെയ്യണം. പുതിയ തലമുറ വരുമ്പോൾ എന്തായാലും ഈ കള്ള വോട്ടൊക്കെ ഇപ്പോൾ അപ്ഡേറ്റ് ആയി വരികയാണല്ലോ മൊത്തം കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ കുറച്ചുകൂടി അത് തടുക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. തീർച്ചയായും. കാരണം നേപ്പാളിനെ പോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മാറുന്നത്. കാരണം ഒരു സംഘടന, അതായത് ഒരു BJP പറഞ്ഞ സംഘടന ഇപ്പോൾ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അത് തീർച്ചയായും യുവതലമുറയെ കൊണ്ട് മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു സെക്യൂരിറ്റി പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുക്കണം. കാരണം ഇത്രയും കള്ളവോട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഗവൺമെൻറ് യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്ന് പറയുന്നത്. വോട്ട് സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അരാഷ്ട്രീയതാണല്ലോ ക്യാമ്പസിൻ്റെ നിലവിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിൽ ഈ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ട, അന്വേഷിക്കപ്പെടേണ്ട വിഷയം തന്നെയാണെന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ വോട്ട് കൊള്ളയിലും SIRനുമൊക്കെ ഇതൊക്കെയാണ് പുതുതലമുറയുടെ നിലപാട്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.